ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സ്നേഹത്തിൽ സത്യം പറഞ്ഞുകൊണ്ട് എല്ലാവിധത്തിലും ഓരോ നിമിഷവും നാം ക്രിസ്തുവിലേക്ക് വളരേണ്ടിയിരിക്കുന്നു. എഫേസോസ് 4:15. സ്നേഹത്തിൽ സത്യം പറഞ്ഞുകൊണ്ട് ജലന്ധർ രൂപതയെ നയിക്കുവാൻ പുതിയതായി നിയോഗിക്കപ്പെട്ടിരിക്കുന്ന മാർ ജോസ് സെബാസ്റ്റ്യൻ തെക്കുംചേരിക്കുന്നേൽ പിതാവാണ് ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത്. പിതാവേ, ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സ്തുതിയായിരിക്കട്ടെ. പിതാവ് പാലാ രൂപതാംഗമാണ്. ജലന്ധർ രൂപതയ്ക്ക് വേണ്ടി പുതിയതായി നിയുക്തനായിരിക്കുകയാണ്. ആദ്യം തന്നെ പുതിയ കർമ്മവീതിയിലേക്ക് കടക്കുമ്പോൾ എല്ലാവിധ ആശംസകളും നേരുന്നു. താങ്ക് യു. അപ്പോൾ നമ്മൾ പറഞ്ഞു പാലാ രൂപതയിലാണ് ജനിച്ചതെന്നൊക്കെ. ഇവിടെ നിന്ന് ജലന്ധർ രൂപതയ്ക്ക് വേണ്ടിയാണ് അങ്ങ് ശുശ്രൂഷ ചെയ്യുന്നത്. അപ്പോൾ ബാല്യം മുതൽ ഇതുവരെയുള്ള ആ ഒരു പൗരോഹിത്യത്തിന്റെ ആ ഒരു വഴികളെ കുറിച്ച് ഒന്ന് പറയാവോ? ഒത്തിരി സന്തോഷമുണ്ട് ഗുഡ്നസ് ടി വി ആയിട്ട് ഈ സന്തോഷം പങ്കുവയ്ക്കുവാൻ. കാളകെട്ടി എന്ന സ്ഥലത്താണ് യഥാർത്ഥത്തിൽ ഞാൻ ജനിക്കുന്നത്. ചമ്മലമറ്റം ഇടവകയുടെ അതിർത്തി ആയിട്ടാണ് വീട്. അവിടെ ജനിച്ച് ചമ്മലമറ്റത്ത് പ്രാഥമിക വിദ്യാഭ്യാസം പൂർത്തിയാക്കി പിന്നീട് കാളകെട്ടി HM മെമ്മോറിയൽ സ്കൂളിൽ നിന്ന് പഠിച്ചു. 10ാം ക്ലാസ് കഴിഞ്ഞ് 10ാം ക്ലാസ് കഴിയുന്നതിന് മുമ്പ് ചെറുപ്പം മുതലേ വൈദികനാകണം എന്നുള്ള ഒരു തീവ്രമായ ആഗ്രഹം ഉണ്ടായിരുന്നു. അത് കൊച്ചു കുഞ്ഞാൽ എനിക്ക് ഏറ്റവും ചെറുപ്പത്തിലെ ഓർമ്മ അമ്മച്ചിയുടെ കാലിലിരുന്ന് സന്ധ്യാപ്രാർത്ഥന ചെല്ലുമ്പോൾ എങ്ങാനും അമ്മ മറന്നുപോയെങ്കിൽ ഈശോ എന്നെ അച്ഛനാക്കണമേ എന്നുള്ള ഒരു പ്രാർത്ഥന ചൊല്ലുമെന്ന് അമ്മച്ചി പറഞ്ഞു തരും. അത് ചൊല്ലും. അപ്പം അമ്മച്ചി അത് മറന്നുപോയെങ്കിൽ അച്ഛനാക്കണമെന്ന് പറഞ്ഞില്ല എന്ന് പറഞ്ഞ് വീണ്ടും അത് പറയിപ്പിക്കുന്നതായിട്ടാണ് എനിക്കൊരു ഓർമ്മയുള്ളത്. പിന്നീട് ഇടവകയും പള്ളിയുമായിട്ട് ശുശ്രൂഷയുമായിട്ട് ഒത്തിരി അടുത്ത് നമ്മൾ സ്കൂൾ പഠിക്കുന്ന കാലത്തെല്ലാം ചേർന്നാണ് പോയിക്കൊണ്ടിരുന്നത്. ചമ്മലമറ്റ ഇടവകയുടെ കൊയറിൽ ഉണ്ടായിരുന്നു. കൊയർ ആ സമയത്ത് മാണി വെള്ളിലാന്തടം അച്ഛൻ അസിസ്റ്റൻ്റായിട്ടിരിക്കുന്ന സമയത്ത് പിള്ളേരെയൊക്കെ ഒരുമിച്ച് കൂട്ടി ഒരു കൊയറൊക്കെ ഉണ്ടാക്കി. അപ്പോൾ അതിൽ തബല വായിക്കാനാണ് എന്നെ പഠിപ്പിച്ചത്. അപ്പോൾ അത് വലിയൊരു പാഠമായിരുന്നു. അതുപോലെ തന്നെ മിഷൻ രൂപതകളിൽ നിന്ന് വരുന്ന വൈദികർ, ഞാൻ കൃത്യമായിട്ട് ഓർക്കുന്നത് ഫാദർ ജേക്കബ് തൂങ്കുഴി IMSലുള്ള അച്ഛൻ ഉജ്ജയിന ഭാഗത്തുനിന്ന് അവിടങ്ങളിൽ വാരണാസി അവിടെ നിന്നൊക്കെ വന്നിട്ട് അച്ഛൻ വന്ന് പ്രസംഗം പറയുമായിരുന്നു. മിഷനെ കുറിച്ചുള്ള അവിടുത്തെ സാഹചര്യങ്ങൾ അതൊക്കെ. അപ്പോൾ ഒരു 5-6 ക്ലാസ്സിലൊക്കെ ആയിരിക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഉജ്ജയിനിലായിരുന്നു അച്ഛനാണ്. അപ്പോൾ എനിക്ക് ഉജ്ജയിനിൽ പോകണമെന്നുള്ള വലിയൊരു ആഗ്രഹമുണ്ടായിരുന്നു സ്കൂളിലായിരിക്കുന്ന സമയത്ത്. പിന്നീട് 10ാം ക്ലാസ് ആയപ്പോഴേക്കും അല്പം ഒരു സന്ദേഹം പോകാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളതുണ്ടായിരുന്നു. പക്ഷേ 10ാം ക്ലാസ് ജയിച്ചു എന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ അന്ന് വികാരി അച്ഛൻ ജോസഫ് പടന്നമാക്കലാണ്. അപ്പോൾ അച്ഛനോട് ഞാനിന്ന് പറഞ്ഞു. അപ്പോൾ അച്ഛൻ പറഞ്ഞു, നീ ഇത് നേരത്തെ പറഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞ അച്ഛൻ ജയിക്കുമോ എന്ന് എനിക്കതെല്ലാം ഉറപ്പില്ലായിരുന്നുകൊണ്ട് അത് കഴിഞ്ഞിട്ട് പറയാമെന്ന് വിചാരിച്ചതാണ്. അപ്പോൾ അച്ഛൻ MSTയിലേക്ക് ചേരാൻ വേണ്ടി പറഞ്ഞു വിട്ടു. അപ്പോൾ അവിടെ ചെന്നപ്പോൾ അവർ പറഞ്ഞു ഒത്തിരി ലേറ്റായി പോയി, ഇവിടെ സ്ഥലമില്ല എന്ന്. അത് കഴിഞ്ഞിട്ട് അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മൾ പത്രത്തിലൊക്കെ നോക്കുമ്പം അന്ന് അഡ്വർടൈസ്മെൻറ്റ് വരുമായിരുന്നു ഈ റിക്രൂട്ട്മെൻറ്റിന് മിഷൻ രൂപതകളിലേക്ക് എടുക്കുന്നതിന്. അതൊന്ന് നോക്കിയപ്പം ജലന്ധറിലെ ഒരു അഡ്വർടൈസ്മെൻറ്റ്, അത് ഏറ്റവും അടുത്തുള്ളത് പാലായി വരുന്നുണ്ടെന്നുള്ളതാണ്. അപ്പോൾ പാലായി വരുന്നുണ്ടെങ്കിൽ നമുക്ക് പോയി വരാനുള്ള ദൂരം അധികമില്ലല്ലോ. അപ്പോൾ അങ്ങനെ പാലായി പോകാമെന്ന് വിചാരിച്ച് ഞങ്ങൾ പാലായിലേക്ക് പോകാൻ തീരുമാനിച്ചിരിക്കുമ്പോഴാണ് ആ ദിവസം ഹർത്താൽ പ്രഖ്യാപിച്ച് വഴി തടസ്സം, വണ്ടിയില്ല. അപ്പോൾ അങ്ങനെ എന്നാലും പോകാം, ചാച്ചൻ പറഞ്ഞ് സമ്മതിച്ച് നമുക്ക് പോകാം. പിണ്ണാക്കനാട് വന്ന് ഞങ്ങൾ സൈക്കിൾ വാടകയ്ക്കെടുത്ത് അവിടുന്ന് പൈക വഴി പാലായിക്ക് പോകുന്നു. അപ്പോൾ ആ ദിവസം മുഴുവൻ നല്ല മഴയായിരുന്നു. അപ്പോൾ നല്ല മഴയായിരുന്നുകൊണ്ട് സൈക്കിള് നമ്മൾ അത്യാവശ്യത്തിന് പഠിച്ചിട്ടേ ഉള്ളൂ. മഴയത്ത് കുടയും പിടിച്ച് ഇങ്ങനെയാണ് പോകുന്നത്. പോയി പൈക അടുത്തെത്തിയപ്പോഴേക്കും ഒരു കലിങ്ങിൻ്റെ ഒരു കുഴി ചാടിയിട്ട് നമ്മളവിടെ മറിഞ്ഞു വീണു. അപ്പോൾ ചാച്ചൻ ഇച്ചിരി മുമ്പോട്ട് പോയായിരുന്നു. ചാച്ചൻ അറിഞ്ഞില്ല. നമ്മൾ പിന്നെ അവിടെ മഴയായതുകൊണ്ട് ഒരു കടയുടെ സൈഡിൽ നിന്നിട്ട് ഞാൻ വരുന്ന വെയിറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ മറിഞ്ഞു പോയി.
അത് കഴിഞ്ഞിട്ട് എഴുന്നേറ്റു. ഇപ്പം വഴിയെ പോയൊരു വെച്ച് മോനെ വല്ലതും പറ്റിയോടാ? ഞാൻ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല. എഴുന്നേറ്റ് പിന്നെ സൈക്കിൾ എടുത്തുകൊണ്ട് പോയി. അവിടെ ചെന്നപ്പം എന്നിട്ട് പിന്നെ പാലായി വന്നു, അച്ഛനെ കണ്ടു. അപ്പോൾ ഇത്രയും പ്രതിസന്ധിയിലൂടെ ദേവിളിക്ക് വന്നതാണല്ലോ. അപ്പോൾ അച്ഛന് വളരെ സന്തോഷമായി. നീ പോരാൻ പറഞ്ഞു. പോകാം, നമുക്ക് ലക്നൗവിലേക്ക് പോയിക്കൊള്ളാൻ പറഞ്ഞു. അപ്പോൾ ലക്നൗവിലേക്ക് പോകാൻ പറഞ്ഞു. അവിടുന്ന് പിന്നെ ഞങ്ങൾ തിരിച്ചു വന്നു, ലിസ്റ്റൊക്കെ ആയിക്കൊണ്ട്. എനിക്കൊന്ന് ജൂൺ അവസാനം അങ്ങോട്ട് പോകണമെന്നാണ് എന്നോട് പറഞ്ഞിരുന്നത്. ഒരു തിരിച്ച് ഞങ്ങൾ പോയ വഴിക്കും അങ്ങനെ വേറൊരു ആക്സിഡൻറ്റും കൂടെ ഉണ്ടായി. ഒരു വല്യമ്മ ഇങ്ങനെ നടന്നു പോകുന്നതിനിടയ്ക്ക് നമ്മൾ സൈക്കിള് അമ്മയെ കണ്ടപ്പോഴേക്കും എൻ്റെ ശ്രദ്ധ മുഴുവൻ അങ്ങോട്ട് പോയി. സൈക്കിളിൽ നിന്നിട്ട് ചെന്ന് ഇടിച്ചു. വലിയ പ്രശ്നമൊന്നും ഉണ്ടായില്ല. അങ്ങനെ പക്ഷേ ജൂൺ 13 ഞങ്ങൾ സാധനങ്ങളൊക്കെ എടുക്കാൻ വേണ്ടി കോട്ടയത്തിന് പോകാൻ വേണ്ടിയിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങി. കാളകെട്ടി ബസ് സ്റ്റോപ്പിൻ്റെ അവിടെ എത്തിയില്ല. അതിനു മുമ്പേ ഈ നമ്പുടാകം അച്ഛൻ മാത്യു നമ്പുടാകം അച്ഛൻ അപ്പം വീട്ടിലേക്ക് വരികയാണ്. അപ്പം അച്ഛൻ പറഞ്ഞു നമുക്ക് തിരിച്ച് വീട്ടിലേക്ക് പോകാം. അപ്പോൾ തിരിച്ച് വീട്ടിൽ വന്നിട്ട് അച്ഛൻ വീടൊക്കെ കണ്ടു, കാര്യങ്ങളൊക്കെ പറഞ്ഞു. അതിനുശേഷം അച്ഛൻ പറഞ്ഞു ഒരു കാര്യം ചെയ്യും, നീ ലക്നൗവിന് പോകണ്ട, നീ തൃശ്ശൂർക്ക് പോയിക്കോളാൻ പറഞ്ഞു. അപ്പോൾ തൃശ്ശൂർക്ക് ഇപ്പം തന്നെ പോകുക, കാരണം അവിടെ 2 ദിവസമായിട്ട് ഒരു സെമിനാരി ഓൾറെഡി തുറന്നു, അതുകൊണ്ട് ഓൾറെഡി ലേറ്റ്, ഇപ്പം തന്നെ പോയിക്കോളാൻ പറഞ്ഞു. അപ്പോൾ ഒരുങ്ങിയിരുന്ന അതേ മിനിറ്റിൽ ഞങ്ങളങ്ങ് പോയി. തിരിച്ച് അന്ന് തന്നെ അങ്ങ് പോയി. നേരെ ചെന്ന് തൃശ്ശൂർ സെമിനാരി ചെന്ന് കയറി. തൃശ്ശൂർ ചെന്നിട്ടാണ് അവിടെ സെമിനാരിക്ക് ആവശ്യമുള്ള സാധനങ്ങൾ, കാരണം വേറെ ഒന്നും എടുത്തിട്ടില്ല. അവിടെ ചെന്ന് വെച്ചിട്ട് എൻ്റെ അങ്കിള് മത്തായി അങ്കിള് പാലക്കുടിയിൽ കല്ലേറ്റിങ്കര താമസം ഉള്ള, അപ്പോൾ അവിടെ പുള്ളിയും കൂടെ കൂട്ടി തൃശ്ശൂർ ചെന്ന് മുണ്ട്, ഷർട്ട്, സാധനങ്ങളെല്ലാം അവിടെ ചെന്ന് മേടിച്ച് സെമിനാരിയിൽ ഒരു വൈകുന്നേരം ആയപ്പോഴേക്കും ഞങ്ങൾ ചെന്നു. അവിടെ ചെല്ലുമ്പോൾ സെമിനാരി പുതിയ സെമിനാരിയൻസ് വന്നവരുടെ ടാലൻറ്റ് പരിശോധിക്കാനുള്ള പ്രോഗ്രാം നടക്കുകയാണ് സ്റ്റേജിൽ. അപ്പം ഞാൻ വന്ന പാടെ പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യുക, നീ സ്റ്റേജിൽ കയറിയിട്ട് നീ ഒരു പാട്ട് പാടാൻ പറഞ്ഞു. അപ്പം ഞാനവിടെ സ്റ്റേജിൽ കയറിയിട്ട് പാട്ട് പാടി. നമുക്ക് താളമൊക്കെ ഉള്ളതുകൊണ്ട് താളത്തിനനുസരിച്ച് പാട്ട് പാടി. അങ്ങനെ സെമിനാരി കൊയറിൽ അവിടെ അവർ സെലക്ട് ചെയ്തു. പിന്നീടാണ് പറയുന്നത് നമുക്ക് തബല വായിക്കാനൊക്കെ അറിയാമെന്ന് പറയുന്നത്. അപ്പോൾ സെമിനാരി കാലം മുഴുവനും നമ്മൾ കൊയറിൽ തബല മാസ്റ്ററായിട്ടിങ്ങനെ ശോഭിച്ച് നടന്നു. അതിനുശേഷമാണ് ഇവിടേക്ക് നാഗ്പൂർ ഫിലോസഫി, അത് കഴിഞ്ഞ് തിയോളജി. 1991 മെയ് 1 പുരോഹിതനായിട്ട് ജലന്ധർ രൂപതയ്ക്ക് വേണ്ടിയിട്ട് പൗരോഹിത്യം സ്വീകരിക്കുന്നത്. അതിനുശേഷം അസിസ്റ്റൻ്റ് വികാരിയായിട്ട് ഫത്തേഗാഡ് ചുടിയ എന്ന സ്ഥലത്ത് മൈക്കിൾ ആനിക്കുഴിക്കാട്ടിലച്ഛൻ്റെ അസിസ്റ്റൻ്റായിട്ട് പൗരോഹിത്യ ശുശ്രൂഷ തുടങ്ങുന്നത്. പിന്നീട് അമൃത്സറിൽ ഏകദേശം ഒരു 11 വർഷം അമൃത്സറിൽ 1-2 ഇടവകളായിട്ട് ശുശ്രൂഷ ചെയ്തു. ആ സമയത്താണ് 1995 നമ്മുടെ ഇടവയിൽ ഒരു വലിയൊരു കൺവെൻഷൻ, ബൈബിൾ കൺവെൻഷൻ, കരിസ്മാറ്റിക് കൺവെൻഷൻ. അപ്പോൾ ആ സമയത്ത് അവിടെയൊന്നും അതായിട്ടില്ല. അത് ഓർഗനൈസ് ചെയ്തു. പാറ്റ്നയിൽ നിന്നുള്ള അച്ഛന്മാരെ കോണ്ടാക്റ്റ് ചെയ്തു. ഞാൻ ശരിക്കും പറഞ്ഞാൽ മുരിങ്ങൂരി ഞാൻ കോണ്ടാക്റ്റ് ചെയ്തായിരുന്നു. അപ്പം അവർക്കത്ര വിശ്വാസമായില്ല ഇത് എങ്ങനെ ആകും എന്നുള്ളത്. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ പാറ്റ്നയിൽ നിന്നുള്ളവരെ വിളിച്ചു. 95 ജൂൺ 25 മുതൽ 30 വരെ അന്ന് നടത്തിയത്. അപ്പോൾ അതൊരു വലിയൊരു അനുഭവമായിരുന്നു. പറഞ്ഞാൽ ആദ്യമായിട്ട് നടക്കുകയാണ്. ഏകദേശം ഒരു 7 മുതൽ 10 വരെ 10,000 വരെ ആൾക്കാർ സ്കൂൾ ഗ്രൗണ്ടിൽ നിറഞ്ഞ, അതുപോലെ താമസിക്കേണ്ടവർക്ക് സ്കൂൾ ക്ലാസ് റൂംസൊക്കെ സിസ്റ്റേഴ്സ് തുറന്നു കൊടുത്തു, SCJM സിസ്റ്റേഴ്സിൻ്റെ അവരുടെ സഹായത്തോടെ. അപ്പോൾ 5 ദിവസത്തെ രാത്രിയും പകലും ഒരുപോലെ ആ കൺവെൻഷൻ നടന്നു, പകലും ആരാധനയൊക്കെ ആയിട്ട്. അത് വലിയ ഒരു അനുഭവമായിരുന്നു. അനുഭവത്തിൽ ഏറ്റവും പ്രധാനമായത് അവിടെ ഇടവകളിലുണ്ടായിരുന്ന വലിയ പ്രശ്നങ്ങൾ, വഴക്ക്, ഇങ്ങനെയുള്ളതെല്ലാം മാറി വലിയ സൗഹാർദ്ദത്തിൽ, വലിയ ഭക്തിയിൽ ആ ഇടവക വളരാനിടയായി. അപ്പോൾ അതൊരു വലിയൊരു അനുഭവമായിരുന്നു. ഒത്തിരി ഹീലിങ്സും അവിടെ നടന്നായിരുന്നു. അതാണ് പ്രധാനമായിട്ട് പൗരോഹിത്യ ശുശ്രൂഷയുടെ ആദ്യമായിട്ട് നമുക്ക് വലിയൊരു അനുഭവമായി. പിന്നീട് അതിനുശേഷം
കരിസ്മാറ്റിക് ടീമിൽ അംഗങ്ങളായി ഞങ്ങൾ പഞ്ചാബിയിൽ കരിസ്മാറ്റിക് പ്രെയർ ധ്യാനങ്ങൾ ഒക്കെ മറ്റ് പല വൈദികരുമായിട്ട് ഒരുമിച്ച് ഞങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ജൂബിലി വർഷം, രൂപതയുടെ ജൂബിലി വർഷം, ഒരു വർഷം മുഴുവനും എല്ലാ ഇടവുകളിൽ നിന്ന് മാറി മാറി 3 ദിവസത്തെ ധ്യാനമായിട്ട് നടത്തി. അപ്പോഴൊക്കെ നമ്മൾ ഇടവക, സ്കൂള് ഇങ്ങനെയുള്ള ജോലികളൊക്കെ ഉള്ള സമയത്താണ്. എങ്കിലും ഇതെല്ലാം കഴിഞ്ഞ് വെച്ചിട്ട് ബസ് കയറിപ്പോയി അവിടെ പോയി പ്രസംഗിച്ച് പിന്നെ തിരിച്ചു വന്നു. അങ്ങനെ ഒരു വലിയൊരു അനുഭവം ആണ് പൗരോഹിത്യ ജീവിതത്തിലുള്ളത്. 2002 എന്നോട് പഠിക്കാനായിട്ട് പോകാൻ പറയുന്നത്. അപ്പം അതിനു മുമ്പ് സ്കൂളിൻ്റെ ചാർജൊക്കെ തന്നു. സ്കൂളിൻ്റെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനൊക്കെ പരിഹരിക്കാനെന്നുള്ള വീട്ടിലാണ് എന്നെ നിയോഗിച്ചത്. അപ്പോൾ അതും ഒത്തിരി വളരെ അനുഭവ സമ്പത്ത് തന്നിട്ടുണ്ട്. സ്കൂൾ അഡ്മിനിസ്ട്രേഷൻ, അതുപോലെ ഈ പല സംഘർഷങ്ങൾ, അതിനെ എങ്ങനെ അഭിമുഖീകരിക്കണം, എങ്ങനെ അതിനെ നമ്മൾ നേരിടണം, എങ്ങനെ സോൾവ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അതിലൊക്കെ ഒത്തിരി പ്രാർത്ഥന, ദൈവത്തിലുള്ള ആശ്രയം, ദൈവസഹായമൊക്കെ നമുക്ക് ഒത്തിരി അനുഭവവേദ്യമായിട്ട് വന്നിട്ടുണ്ട്. അതുപോലെ ഞാൻ ഓർക്കുന്നത് മുരിങ്ങൂർ ആദ്യമായിട്ട് വൈദികർക്ക് വേണ്ടി കരിസ്മാറ്റിക് ധ്യാനം നടത്തിയായിരുന്നു. അപ്പോൾ ആ ധ്യാനത്തിൽ ഞാനും പങ്കെടുത്തായിരുന്നു. അന്ന് പറഞ്ഞ ഒരു സംഭവമാണ് നായിക്കമ്പറമ്പിലച്ചെന്ന് പറഞ്ഞായിരുന്നു. അന്ന് ഏകദേശം ഒരു 40 പേരുടെ എങ്ങാണ്ട് പേര് പറഞ്ഞു. ഇത്രയും പേര് ഈ ധ്യാനത്തിൽ പങ്കെടുത്തവരിലും മെത്രാന്മാരാകാനുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അന്ന് മെത്രാന്മൊക്കെ ആകുമെന്ന് പറഞ്ഞാൽ നമുക്കറിഞ്ഞുകൂടെ ആകുമോ അല്ലെങ്കിൽ എത്ര പേരാകും. അപ്പോൾ അച്ഛനത് പറഞ്ഞു, ഇപ്പോൾ ഉടനെ ആകുമെന്നല്ല, പല സമയത്തായിട്ട് ഇതാകാനുള്ള സാധ്യതയുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഓർക്കുമ്പം അത് അന്ന് നായിക്കമ്പറമ്പിലച്ചൻ പറഞ്ഞതിൽ അതിൻ്റെ അകത്ത് നമ്മളും ഉണ്ടായിരുന്നു എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. അങ്ങനെ ഒരു അനുഭവമുണ്ട്. മുൻകൂട്ടി നിശ്ചയിച്ചിരുന്നത് പോലെ തന്നെ നേരത്തെയൊക്കെ ഇങ്ങനെ അച്ഛന്മാരിലൂടെയൊക്കെ ദൈവം വെളിപ്പെടുത്തി തന്ന പോലെ ഉണ്ടല്ലേ ഈ ഒരു പിതാവായിട്ട് അഭിഷിക്തനായ ഒരു സംഭവം. അത് യഥാർത്ഥത്തിൽ പലരും വഴിയായിട്ട് പല സമയത്തായിട്ട് ഇതിനെക്കുറിച്ച് എന്നോട് പറഞ്ഞിട്ടുണ്ട്. പറയുക മാത്രമല്ല, എന്നോട് പറഞ്ഞിട്ടുണ്ട് അച്ഛൻ ഇതിനു വേണ്ടി ഒരുങ്ങണം. അതുമാത്രമല്ല, ഇത് ദൈവനിയോഗമാണ്, അതുകൊണ്ട് അച്ഛനത് നിരസിക്കരുത് എന്ന് വളരെ ക്ലിയറായിട്ട് ഞങ്ങളൊരു പ്രാർത്ഥന കൂട്ടായ്മയിൽ, പ്രത്യേകിച്ച് കോവിഡ് സമയത്ത് പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ഈ ഡിവൈൻ മേഴ്സിയുടെ സൂം ഗ്രൂപ്പിൽ പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പോൾ പ്രാർത്ഥനയിൽ ഇപ്പം ഗൾഫിലും അവിടെയൊക്കെയുള്ള എല്ലാവരും പല ഭാഗത്തു നിന്നുള്ളവർ പ്രാർത്ഥനയിൽ ഒരുമിച്ച് കൂടി പ്രാർത്ഥിച്ച് അവർ മെസ്സേജസ് തരുമ്പോൾ എൻ്റെ ഇടയ്ക്ക് മിക്കവാറും ഈ സംഗതി പറയും. അപ്പോൾ ഞാൻ പറഞ്ഞതേ അത് നിങ്ങൾ ഉണ്ടെങ്കിലും പറയണ്ട, ഉണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി, പറയണ്ട എന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ എന്നോട് പറഞ്ഞു, അച്ഛാ 63 കാണിക്കുന്നു, ഇത് 2020 19 തുടങ്ങി 2020 എൻ്റെ ആദ്യ ഭാഗം. അപ്പോൾ 63 നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. എന്താ പറഞ്ഞാൽ ഞാൻ അന്നേരം 59 അത്രയും വയസ്സായിട്ടുള്ളൂ, 58 വയസ്സ്. 63 എന്താണ് എന്നുള്ളത് മനസ്സിലായില്ല. പക്ഷേ ഇപ്പം 62 കഴിഞ്ഞ് ഞാൻ 63 നിൽക്കുകയാണ്. അത് കൃത്യമായിട്ടും അത് പറഞ്ഞു തന്നു. അതിലൂടെ തന്നെയാണ് എന്നോട് പറഞ്ഞത്, അച്ഛൻ ഭാരിച്ച ജോലിയാണ്, പക്ഷെ അച്ഛൻ നിരസിക്കരുത്, കാരണം ഇത് ദൈവനിയോഗമാണ് എന്ന് അന്ന് പറഞ്ഞു. അപ്പോൾ നമുക്കത് മെൻ്റലി പ്രിപ്പയർ ചെയ്യാൻ അത് ഒരു വലിയ സഹായകമായി. ജലന്ധർ രൂപതയുടെ സാഹചര്യങ്ങളും അപ്രകാരം വലിയ ഒരു പ്രതിസന്ധികളിലൂടെയൊക്കെ പോയപ്പോൾ അതിനെക്കുറിച്ച് മുന്നറിയിപ്പ് ലഭിച്ചിരുന്നു. മുന്നറിയിപ്പ് ലഭിച്ചത് സത്യത്തിൽ 2004 ഞാൻ റോമിൽ പഠിക്കുന്ന സമയത്ത് ഒരു സ്വപ്നത്തിലൂടെ എനിക്കിത് ഇങ്ങനെ വെളിപ്പെട്ട് കിട്ടുകയാണ്. ആ സ്വപ്നത്തിൽ കാണിക്കുന്നതാണ് ഒരു കൊടുങ്കാറ്റടിച്ച് രൂപതയെ തട്ടി തകർക്കുന്നതായിട്ടാണ് കാണുന്നത്, ഭയങ്കരമായിട്ട്. അപ്പോൾ ഞാൻ നിന്നിട്ടിങ്ങനെ സത്യം പറഞ്ഞാൽ ഞാനങ്ങ് കരയാണ് ഇതാണെന്നുള്ളത്. അത് കഴിഞ്ഞ് പിന്നെ ഇതിങ്ങനെ ശാന്തമായി പോകുന്ന ഒരു ഇതാണ്. അപ്പോൾ ഓരോ പ്രതിസന്ധിയും വരുമ്പോഴും ഞാൻ ഓർക്കും, കർത്താവേ അന്ന് കാണിച്ചത് അതായിരിക്കും ഇതിങ്ങനെ വലിയ പ്രതിസന്ധി. അപ്പോൾ ഒന്നിനൊന്ന് പല പ്രതിസന്ധികൾ വന്നു, അത് പിന്നെ ശാന്തമാകും.
അപ്പോൾ അതിലൂടെ ഞാൻ മനസ്സിലാക്കുന്ന ഇതാണ്, യഥാർത്ഥത്തിൽ ദൈവം എല്ലാ കാര്യവും എപ്പോഴും കാണുന്നുണ്ട്. സമയത്തിൻ്റെ അതീതനാണല്ലോ ദൈവം. അപ്പോൾ എല്ലാ കാര്യങ്ങളും ദൈവം മുമ്പിലുണ്ട്. അപ്പോൾ ദൈവനിശ്ചയമാണെങ്കിൽ ദൈവസഹായം ലഭിക്കുമെന്നുള്ള ഒരു ഉറപ്പ് എനിക്കുണ്ട്. ദൈവത്തിൽ ആശ്രയിച്ച് മുന്നോട്ട് ദൈവം പോകുന്നവരെ അത് ദൈവം കാരണം കൈവിടില്ല. ദൈവം സഹായിക്കും എന്നുള്ളത്, ദൈവം നമ്മോട് കൂടെ ഉണ്ട്. അതുകൊണ്ട് അങ്ങനെ ഒരു വലിയൊരു ആകുലത എനിക്കില്ല ഉണ്ടാവാന്നുള്ളത്. കാരണം ഇത് പല വർഷങ്ങളായിട്ട് ഇങ്ങനെ ആത്മീയമായിട്ട് നമ്മളെ ഒരുക്കാനും പലരായിട്ട് നമ്മളെ സഹായിച്ചിട്ടുണ്ട്. ഒരിത് അതിൽ എനിക്ക് മാത്രമല്ല, മറ്റു പലർക്കും ഇങ്ങനെ ഇതുണ്ട്, വീട്ടിലിങ്ങനെ ഒരാൾ ഇത് കാണുന്നുണ്ടല്ലോ, പ്രാർത്ഥിക്കണം എന്നൊക്കെ ഇങ്ങനെ പല കൗൺസിലിങ്ങിലും പലരും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒത്തിരി സഹായമായിട്ടുണ്ട്. പ്രധാനമായ പങ്ക് തീർച്ചയായിട്ടും മുരിങ്ങൂർ ധ്യാനകേന്ദ്രത്തിലാണ്. ഞാനവിടെ 2-3 പ്രാവശ്യം വന്ന് ധ്യാനം കൂടിയിട്ടുണ്ട്. വൈദികരുടേത് ജനങ്ങളുടേത് ഒക്കെ ആയിട്ട് കൂടിയിട്ടുണ്ട്. അപ്പോൾ അതിലൂടെയൊക്കെ ഒത്തിരി ഇന്നർ ഹീലിംഗ് ഒത്തിരി നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അപ്പം വൈദികനായ സമയത്തൊക്കെ എനിക്കറിയാം, ഞാൻ വളരെ ക്ലോസ്ഡ് അപ്പ് ആയിരുന്നു. എനിക്കിങ്ങനെ സംസാരിക്കാനോ ആളുകളെ ഫേസ് ചെയ്യാനോ പ്രസംഗം പറയാനോ ഒക്കെ വലിയ ഭയമായിരുന്നു. അപ്പോൾ ആ ധ്യാനമൊക്കെ ഒത്തിരി സഹായിച്ചിട്ടുണ്ട് നമ്മളെ ഓപ്പൺ ആകാനും പ്രവർത്തനങ്ങളിലേക്കൊക്കെ. അതൊക്കെ ഞാൻ നന്ദിയോടെ ഓർക്കുകയാണ്. പനക്കിലച്ചൻ്റെ പ്രസംഗങ്ങളും ധ്യാനമൊക്കെ കൂടി മൈക്കിൾ മ്രച്ചൻ്റെ ജീവിതവും ലക്ഷ്യവും അതൊക്കെ ഒത്തിരി നമ്മളെ സ്വാധീനിച്ചിട്ടുണ്ട്. അങ്ങനെ അപ്പോൾ നമ്മൾ കേട്ടിട്ടുണ്ട് ഈ നോർത്തിലേക്കൊക്കെ ക്രിസ്തീയ വിശ്വാസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒത്തിരിയേറെ പീഡനങ്ങളൊക്കെ നിറഞ്ഞു നിൽക്കുന്നതാന്നൊക്കെ. അതുമാത്രമല്ല, ജലന്ധർ രൂപതയിലും ഒത്തിരി പ്രതിസന്ധികളൊക്കെ നേരിട്ടപ്പോഴും അങ്ങ് അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ അവിടെ ഒരു പിതാവായിട്ട് അഭിഷിക്തനാകുകയാണല്ലോ. അന്നേരം അങ്ങക്ക് അവിടെ എത്തരത്തിൽ ശുശ്രൂഷകൾ മുന്നോട്ട് കൊണ്ടുപോകാനാണ് ആഗ്രഹിക്കുന്നത്? പ്രധാനമായിട്ട് എൻ്റെ മനസ്സിലേക്ക് വരുന്നത് ഇതാണ്, നമ്മളുടെ വിശ്വാസ സമൂഹത്തെ അല്പം കൂടെ കരുത്തുള്ളതാക്കണം. അത് വേണമെങ്കിൽ യഥാർത്ഥത്തിൽ അത് സംഭവിക്കുക നമ്മുടെ കുടുംബങ്ങളെ ശക്തിപ്പെടുത്തുക എന്നുള്ളതാണ്. കുടുംബ വിശുദ്ധീകരണം, കുടുംബ ജീവിതത്തെ കൂടുതൽ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരിക, അതുപോലെ കൗദാശിക ജീവിതത്തിലേക്ക് കുടുംബങ്ങളെ നയിക്കുക എന്നുള്ളത്, ആ ഒരു വിചാരമാണ് എനിക്കുള്ളത്. കാരണം കുടുംബം വിശുദ്ധീകരിക്കപ്പെടുകയും വിശ്വാസത്തിൽ വളരുകയും ചെയ്താൽ സഭ ശക്തി ആർജിച്ചു. അവിടെ ഞാൻ മനസ്സിലാക്കുന്ന പിന്നീട് നമുക്ക് ദൈവവിളികളുടെ ഒന്നും ഒരു പ്രശ്നം ഉണ്ടാകുകയില്ല. ദൈവവിളി വരണമെങ്കിൽ കുടുംബങ്ങൾ, മാതാപിതാക്കന്മാർ വിശ്വാസത്തിൽ അധിഷ്ഠിതമായി പ്രാർത്ഥനയുടെ രൂപയിലുള്ളവരാണെങ്കിൽ മക്കൾ തീർച്ചയായിട്ടും ദൈവവിളി സ്വീകരിക്കും. തങ്ങളെ തന്നെ ദൈവത്തിന് സമർപ്പിക്കാൻ അവർക്ക് ഭയങ്കര ആഗ്രഹമുണ്ടായിരിക്കും. അത് എൻ്റെ അമ്മച്ചിയുടെയൊക്കെ പ്രാർത്ഥനയും ജീവിതവും ഒക്കെ ഞങ്ങൾക്കൊക്കെ വളരെ അത് സഹായകമായിട്ടുണ്ട്. താരാട്ടുപാട്ട് മുതൽ കർത്താവിനെ സ്നേഹിക്കാൻ, സഭയെ ശുശ്രൂഷിക്കാൻ, മഴ സഹിക്കാൻ, കർത്താവിന് വേണ്ടി കൊയ്യാനിറങ്ങുക, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പറഞ്ഞുള്ള പാട്ടുകളാണ്. അപ്പം തൊട്ടിൽ കിടക്കുമ്പോൾ നമുക്കിത് മനസ്സിലാകുന്നില്ലെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ ഈ ആഗ്രഹം നമ്മളിലേക്ക് അങ്ങ് വരുന്നുണ്ട്. അപ്പോൾ അത് പള്ളിയുമായിട്ട് അടുത്ത് നമ്മൾ ജീവിക്കുകയും കൂടി ചെയ്യുമ്പോഴേക്കും വലിയൊരു ആഗ്രഹമായിട്ട് തന്നെയാണ്. അപ്പോൾ ചെറുപ്പം മുതലേ വൈദികനാണെന്നുള്ള ആഗ്രഹം വളരെ ക്ലിയർ ആയിരുന്നു, അതായിട്ടുണ്ടായിരുന്നു. കാരണം കൊച്ചായിരിക്കും മുതലേ എന്നെ അച്ഛനാക്കണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നതൊരു വൃത്തിയായ ഒരു ഇതുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് അങ്ങനെയാണ് ദൈവവിളി ശക്തി. അപ്പോൾ രൂപതയ്ക്ക് ഞാൻ മനസ്സിലാക്കുന്നത് പ്രധാനമായിട്ടും വേണ്ടത് ഇതാണ്, നമ്മുടെ കുടുംബങ്ങളെ കൂടുതൽ ശക്തിപ്പെടുത്തുക, വിശ്വാസത്തിൽ കൂടുതൽ യോജിപ്പിക്കുക. അതിലൂടെ സഭയിൽ നിന്ന് ഒത്തിരി പേര് പൊഴിഞ്ഞു പോകുന്നുണ്ട്. പുതിയ വിശ്വാസ സമൂഹങ്ങൾ, പുതിയ പാസ്റ്റേഴ്സ് ഇങ്ങനെയുള്ളവർ വന്ന് വളരെയധികം പേര് അത് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അവരുടെ പ്രസംഗങ്ങൾ, ഒത്തിരി ഹീലിങ്, പിന്നെ വലിയ ജനക്കൂട്ടത്തിൽ അതിലൊരു പ്രത്യേക അട്രാക്ഷൻ ഉണ്ടല്ലോ, വലിയൊരു ഇതാകുമ്പോൾ അതിലേക്കൊക്കെ നമ്മുടെ ജനങ്ങൾ ഒത്തിരി പേര് പോകുന്നുണ്ട്. അപ്പം പക്ഷേ അവർക്ക് നഷ്ടപ്പെടുന്നത് കൗദാശിക ജീവിതമാണ്. വിശുദ്ധ കുർബാനയില്ല, കുമ്പസാരമില്ല. ആ ഒരു പക്ഷേ അത് കൂടുതൽ അവർക്ക് മനസ്സിലായി കഴിയുമ്പോൾ ഞാൻ തീർച്ചയായിട്ടും അവർക്ക് സ്ഥിരതയായിട്ട് തിരിച്ച്
സഭയിലെ അംഗമായി ഒരുമിച്ച് പോകാൻ സാധിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ചുള്ള ഒരുക്കങ്ങൾ നടത്തുക എന്നുള്ളതാണ്. നമുക്ക് അവിടെ റിട്രീറ്റ് സെൻ്റർ ഉണ്ട് എങ്കിലും കൂടുതലായിട്ട് ഇടവക വഴിയായിട്ട് കൂടുതൽ ഈ പ്രവർത്തനങ്ങൾ വേണമെന്നുള്ളതാണ് ആഗ്രഹം. ഇപ്പോൾ നമ്മൾ നാട്ടിൽ തന്നെ നോക്കിയാൽ ഈ വിശ്വാസ സമൂഹം ഒത്തിരിയേറെ വെല്ലുവിളികളൊക്കെ നേരിടുന്നുണ്ട്. അപ്പോൾ അവിടുത്തെ വിശ്വാസികൾ എങ്ങനെയാണ്? കൂടുതലായിട്ട് സഭയോട് ചേർന്ന് നിൽക്കുന്നവരാണോ? പഞ്ചാബി ജനങ്ങൾ പൊതുവേ വളരെ ഇമോഷണൽ ആയിട്ടുള്ളവരാണ്. അപ്പോൾ അവർക്ക് ഒരു സൺഡേ കുർബാന പങ്കെടുത്ത് എങ്ങനെയും ഒന്ന് പോവുക എന്നുള്ളതിൽ കൂടുതലായിട്ട് അവർ ഞായറാഴ്ച വരുമ്പോൾ അവർ ആഗ്രഹിക്കുന്നത് പ്രാർത്ഥന, ഭക്തി, ഹീലിംഗ് മിനിസ്ട്രി, വിശുദ്ധ കുർബാന ഇതെല്ലാം ഉണ്ടെങ്കിൽ അതിപ്പോൾ 2 മണിക്കൂറായി 3 മണിക്കൂറായാൽ അതൊന്നും അവർക്കൊരു പ്രശ്നമല്ല. പക്ഷേ അവർ ഞായറാഴ്ച വരുമ്പോൾ വിശുദ്ധ കുർബാന ഏതായാലും നല്ല ആഘോഷമായിട്ട് തന്നെ വേണം, വചനപ്രഘോഷണം നല്ലപോലെ വേണം, പ്രാർത്ഥനാ സ്തുതികളൊക്കെ ഉണ്ടാവണം. അതുപോലെ മിക്കവാറും എല്ലായിടത്തും തന്നെ നമ്മൾ അവസാനം തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ച് ഒക്കെ വിടും. അപ്പോൾ അതൊക്കെ അവരെ വളരെ സംതൃപ്തിയിലേക്ക് നയിക്കുന്നുണ്ട്. അത് ഇല്ലാതെ പോകുന്നിടത്ത്, ഇപ്പോൾ കുർബാന മാത്രമായിട്ട് ഞായറാഴ്ച നിർത്തി പോകുന്നിടത്ത് അവിടെ അംഗങ്ങൾ കുറഞ്ഞുകൊണ്ടായിരിക്കുന്നത്. കാരണം അവർ പറയും ഞങ്ങൾ പ്രസംഗം കേൾക്കാൻ അവിടെ പോവുകയാണ്, പ്രസംഗം കേൾക്കാൻ മറ്റുള്ള അവരുടെ പ്രസംഗം നല്ലതാണ് അതുകൊണ്ട് അങ്ങോട്ട് പോകും, അവിടെ നല്ല പാട്ടാണ് അങ്ങോട്ട് പോകും. അപ്പോൾ ഈ ലിറ്റർജി നമ്മളൊന്ന് അല്പം കൂടെ ശ്രദ്ധിച്ച് വളരെ ഭക്തിയോടെ നടത്തി കഴിയുമ്പോഴേക്കും ജനങ്ങൾ നമ്മൾ യഥാർത്ഥ വിശ്വാസത്തിലേക്കും സഭയുടെ ഐക്യത്തിലേക്കും തീർച്ചയായിട്ടും അത് കൊണ്ടുവരുന്നുള്ളൂ ഞാൻ വിശ്വസിക്കുന്നു. അതെ, പിതാവ് ഇവിടെ പാലാ രൂപത സീറോ മലബാർ സഭയിലെ അംഗമായിരുന്നു. അപ്പം ജലന്ധർ എന്ന് പറയുന്നത് ഒരു ലാറ്റിൻ രൂപതയാണ്. അപ്പം ഈ 2 സീറോ മലബാർ സഭയിലും ലാറ്റിനിലും പ്രവർത്തിക്കുമ്പോൾ അങ്ങേക്ക് എന്താണ് ആ ഒരു അനുഭവത്തിൽ തോന്നുന്നത്? ശരിക്കും പറഞ്ഞാൽ ആദ്യ കാലങ്ങളിൽ ഞാൻ മൈനർ സെമിനാരി പഠിച്ചത് തൃശ്ശൂരാണ്. ജലന്ധർ രൂപതയ്ക്ക് വേണ്ടിയിട്ടാണ് പഠിച്ചത്. എങ്കിലും തൃശ്ശൂർ മൈനർ സെമിനാരിൽ സീറോ മലബാറിൻ്റെ തന്നെയാണ്. ഇപ്പോൾ സീറോ മലബാറിൽ കുർബാനയൊക്കെ പഠിച്ച് മൈനർ സെമിനാരി കഴിഞ്ഞ് നാഗ്പൂർ ചെല്ലുമ്പോഴാണ് ഈ ലാറ്റിൻ റൈറ്റാണ്, ലാറ്റിൻ കുർബാന എന്നൊക്കെ നമ്മൾക്ക് ആദ്യമായിട്ട് മനസ്സിലാക്കുന്നത്. സത്യം പറഞ്ഞാൽ ഒരു 2-3 വർഷത്തേക്ക് എനിക്ക് ഭയങ്കര എന്ന് പറഞ്ഞാൽ കുർബാന, ലാറ്റിൻ കുർബാന താരതമ്യേന പെട്ടെന്ന് തീരും. അപ്പോൾ നമുക്കങ്ങോട്ട് ഉൾക്കൊള്ളാൻ എന്ന് പറഞ്ഞാൽ വളരെ ലാറ്റിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ പ്രേയേഴ്സ് എല്ലാം വളരെ ഷോർട്ടാണ്. സീറോ മലബാറിൻ്റെ എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രാർത്ഥന കൂടുതൽ വിപുലീകരിച്ച് നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം കൂടുതൽ പ്രകടിപ്പിച്ചിട്ടുള്ള പ്രാർത്ഥനയാണ്. മറ്റേന്ന് പറഞ്ഞാൽ വളരെ സംക്ഷിപ്തമായി വളരെ ചെറുതാക്കി ഉള്ള പ്രാർത്ഥന. അപ്പോൾ ഇതൊരു വലിയ, ഞാനത് ഫിലോസഫി കഴിഞ്ഞിട്ട് ഇൻ്റർവ്യൂവിൻ്റെ സമയത്ത് ഞാൻ അച്ഛനോട് പറഞ്ഞു, എനിക്ക് ഇപ്പോഴും ഈ ലാറ്റിൻ കുർബാന സത്യം പറഞ്ഞാൽ എനിക്ക് അങ്ങ് സ്വീകരിക്കാൻ പറ്റുന്നില്ലെന്ന് ഞാൻ പറഞ്ഞു. കാരണം നമ്മൾ മലയാളത്തിൽ കുർബാന കണ്ട് അതിൻ്റെ നമുക്ക് ലയിച്ച് ചേരാനുള്ള ഒരു സംഭവം ഈ ലാറ്റിൻ കുർബാനയിൽ ഇല്ല എന്ന് അന്ന് പറഞ്ഞു. പക്ഷേ അത് കഴിഞ്ഞിട്ട് പിന്നെ റീജൻസി കഴിഞ്ഞിട്ട് തിയോളജി ഒക്കെ പഠിച്ച് കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ മനസ്സിലാക്കുന്ന അന്ന് സെമിനാരി ചേരുമ്പോൾ ഇത് ലാറ്റിനാണ് സീറോ മലബാർ എന്ന് അറിഞ്ഞുകൊണ്ടൊന്നും അല്ല നമ്മൾ ചേരുന്നത്. അന്ന് സെമിനാരി പോകണം, വൈദികനാകണം, അതിന് എവിടെ ചാൻസ് കിട്ടും അങ്ങോട്ട് പോകുക എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ അന്ന് അവസരം കിട്ടിയത് ജലന്ധറാണ്. അപ്പോൾ ജലന്ധറിൽ നല്ല സാധ്യതയുണ്ട് എന്നുള്ളതാണ്. പക്ഷെ എനിക്ക് അതിനു മുമ്പ് വേറൊരു തോന്നലുണ്ടായിരുന്നത് നോർത്ത് ഈസ്റ്റിലേക്ക്, അങ്ങനെ 2 സ്ഥലമായിരുന്നു ഉണ്ടായിരുന്നത്. നോർത്ത് ജൽപായ്ഗുരി അവിടെ ആ ഭാഗത്ത് അവിടെ ഒരു അഡ്വർടൈസ്മെൻ്റ് അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ ഇത് പാലായി വരുന്നതുകൊണ്ട് അങ്ങനെ പാലായിൽ ചേർന്ന് ജലന്ധർ ചേർന്നു. അതല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും ആയിരുന്നേ. പക്ഷേ ദൈവത്തിൻ്റെ കരമാണ് ഇതിൻ്റെ അകത്തൊക്കെ നയിക്കുന്നത്. അങ്ങിപ്പം അവിടെ സ്കൂളിൻ്റെ അഡ്മിനിസ്ട്രേഷൻ, അതുപോലെ തന്നെ ഇപ്പം അവിടുത്തെ ഫിനാൻഷ്യൽ അഡ്മിനിസ്ട്രേറ്റർ ആയിരുന്നു, പിന്നെ സെമിനാരി കുട്ടികളെ പരിശീലിപ്പിച്ചിട്ടുണ്ട്, ഇങ്ങനെ വിവിധ മേഖലകളിൽ പ്രവർത്തിച്ചിട്ടുണ്ടല്ലോ. ഓരോ മേഖലകളിലും പ്രവർത്തിക്കുമ്പോൾ ഒത്തിരി അനുഭവങ്ങൾ അങ്ങേക്ക് ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഏതെങ്കിലും പ്രത്യേക അനുഭവങ്ങൾ പങ്കുവയ്ക്കാമോ? നമ്മുടെ അഡ്മിനിസ്ട്രേഷൻ്റെ ഭാഗമായിട്ട് വളരെ എന്ന് പറഞ്ഞാൽ പുരോഹിതനായിട്ട് വളരെ ചെറുപ്പത്തിൽ തന്നെ സ്കൂളിൻ്റെ അഡ്മിനിസ്ട്രേഷൻ സിംബോറിയം പിതാവിനെ ഏൽപ്പിച്ചു. അപ്പോൾ എനിക്കത് വളരെ ബുദ്ധിമുട്ടായിരുന്നു. കാരണം നമ്മൾ അച്ഛനായി കഴിഞ്ഞൊരു
ഞാനൊരു 4 വർഷം കഴിഞ്ഞപ്പോഴേക്കും പിതാവ് പറഞ്ഞു, നീ വൈസ് പ്രിൻസിപ്പളായിട്ട് അവിടെ ജോലി ചെയ്യാം. അപ്പോൾ ഞാൻ പറഞ്ഞു, പിതാവേ ആ സ്കൂള് അമൃത്സറിലുള്ള സെൻറ്റ് ഫ്രാൻസിസ് സ്കൂളാണ്. അവിടെ പല പ്രതിസന്ധികളൊക്കെ ഉണ്ടായിരുന്നു. സ്ട്രൈക്ക്, പേരൻസിൻ്റെ ആയിട്ട് പ്രശ്നമൊക്കെ ആയി. അപ്പം ഞാൻ പറഞ്ഞു, പിതാവേ എനിക്ക് അതിനുള്ള എക്സ്പീരിയൻസോ അതിനുള്ള ക്വാളിഫിക്കേഷനോ ഇങ്ങനെയൊന്നും ഇല്ല. അപ്പം അതുതന്നെ നമ്മളവിടെ ഏതായാലും ഒരച്ഛനുണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ നമ്മളിവിടെ വേണോ, അത് വേണ്ടായിരിക്കും എന്ന് ഞാൻ പറഞ്ഞു. അപ്പം പിതാവ് സമ്മതിച്ചു. പക്ഷേ പിറ്റേ വർഷം വീണ്ടും പിതാവ് വിളിച്ചു പറഞ്ഞു, എടാ നിന്നെ ഞാൻ അങ്ങോട്ട് വെക്കുവാന്ന് പറഞ്ഞു. ഞാൻ വീണ്ടും പറഞ്ഞു, പിതാവേ അത് എന്തുമാത്രം ശരിയാവുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, കാരണം എനിക്ക് അഡ്മിനിസ്ട്രേഷനെ കുറിച്ച് യാതൊരു വിവരവും ഇല്ല. നമ്മളന്നിങ്ങനെ പ്രസംഗവും, വില്ലേജുകളിൽ കൂടി പ്രസംഗം, ഇടവകളിൽ കൂടി പ്രസംഗം, കരിസ്മാറ്റിക് പ്രസംഗം, ഇങ്ങനെയൊക്കെ ആയിട്ട് നമ്മളിങ്ങനെ നടക്കുന്ന സമയമാണ്. അപ്പം ഒരു ഭാഗത്തൂടെ ഞാൻ പറഞ്ഞു, സ്കൂളിൽ നമ്മൾ കയറി കഴിഞ്ഞാൽ നമ്മുടെ കൂട്ടത്തിലുള്ള വൈദിക സമൂഹമായിട്ടുള്ള ബന്ധം പോലും വിട്ടുപോകും. കാരണം അവൻ വലിയ സ്കൂൾ പ്രിൻസിപ്പളാണ്, മറ്റുള്ളവരുന്നത് അന്ന് സ്കൂൾ പ്രിൻസിപ്പളായിട്ട് വൈദികരുണ്ടായിരുന്ന ആകെ ഒരു സ്കൂളായിരുന്നു അത്. മറ്റുള്ളിടത്തെല്ലാം സിസ്റ്റേഴ്സാണ് പ്രിൻസിപ്പളായിട്ട്. അപ്പോൾ അത് തന്നെ ഒരു വലിയൊരു പ്രതിസന്ധി പോലെയായിരുന്നു. പക്ഷേ അപ്പോൾ പിതാവ് പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യുക, നീ അച്ഛൻ പ്രിൻസിപ്പൾ ഇല്ലാത്തപ്പോൾ മാത്രം നീ പോയാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഞാൻ സമ്മതിച്ചു, കയറി. പക്ഷേ ഒരു മാസം കഴിഞ്ഞപ്പോഴേക്കും അച്ഛൻ പറഞ്ഞു, നീ കാര്യങ്ങളൊക്കെ പഠിക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാനെന്തിനാണ് പഠിക്കുന്നത്, അച്ഛനും കൂടി ഉണ്ടല്ലോ, എനിക്ക് പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ലെന്ന്. അപ്പോൾ അച്ഛന് ദേഷ്യം വന്നു, വേണേൽ പഠിച്ചോളാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു, കുഴപ്പമൊന്നുമില്ല. കഴിഞ്ഞ് ജൂൺ അവസാനം ആയപ്പോഴേക്കും അച്ഛൻ ഇവിടെ ഹോളി ലാൻഡ് സന്ദർശനത്തിന് പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ആ കൂട്ടത്തിൽ പുള്ളി പോയി. അത് പോയി കഴിഞ്ഞ് വെച്ചിട്ട് പുള്ളി അത് കഴിഞ്ഞ് അമേരിക്കയിൽ പോയി അവിടെ പഠനത്തിനൊക്കെ ആയി കഴിഞ്ഞ് വെച്ചിട്ട് പിന്നെ ഒരു 5-6 വർഷം കഴിഞ്ഞാൽ പുള്ളി വരുന്നത്. അപ്പോൾ ഇവിടെ നമുക്കിപ്പോഴും അറിയത്തില്ല പുള്ളി തിരിച്ചു വരുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് ഉറപ്പില്ല. ഏകദേശം ഒരു 6 മാസത്തോളം എനിക്ക് യാതൊരു ഉറപ്പും. ഞാനിങ്ങനെ അസിസ്റ്റൻ്റായിട്ട് നടക്കുന്നു. ടീച്ചേഴ്സ് കുറേ പേര് പറഞ്ഞു, ഞങ്ങളുടെ അച്ഛൻ വരട്ടെ എന്ന് പറഞ്ഞ് ഞങ്ങൾ ശരിയാക്കും. അപ്പോൾ പല കാര്യങ്ങളും ഞാൻ അനുവദിച്ചു കൊടുക്കുകയില്ല. അങ്ങനെയുള്ള വന്നപ്പോഴേക്കും അവർ പറഞ്ഞു, ഞങ്ങളുടെ അച്ഛൻ ഇപ്പോൾ തിരിച്ചു വരും എന്നൊക്കെ പറഞ്ഞു. പക്ഷേ അത് കഴിഞ്ഞ് വെച്ചിട്ട് അടുത്ത വർഷത്തെ അപ്പോയിൻമെൻ്റ് വന്നപ്പോഴേക്കും ഇതാ പറഞ്ഞു, എടാ അവൻ പഠിക്കാൻ പോവുക, അതുകൊണ്ട് നീ കാര്യങ്ങൾ നടത്തിക്കൊള്ളാൻ പറഞ്ഞു. അപ്പോഴാണ് എനിക്ക് ബോധം വരുന്നത്. അന്ന് പിതാവ് പറഞ്ഞത് ഇല്ലാത്തപ്പം മാത്രം മതി എന്ന് പറഞ്ഞാൽ പുള്ളി അന്നേരം പോവുക എന്നുള്ള വിധാനം അറിയായിരുന്നു. പക്ഷെ നമ്മളോട് പറഞ്ഞില്ല, ഒരു ഷോക്കാതിരിക്കാൻ. അങ്ങനെ അതിൽ ഒത്തിരി അനുഭവങ്ങളുണ്ടായി. കാരണം ഈ സ്കൂളിലെ സംഘർഷങ്ങൾ, പേരൻസുമായിട്ട് സംസാരിക്കാൻ, അതൊക്കെ വലിയ ഒരു ലേണിംഗ് എക്സ്പീരിയൻസ് ആയിരുന്നു. ആ സമയത്താണ് ഞാൻ പറഞ്ഞത്, ഇതുപോലെ തന്നെ കരിസ്മാറ്റിക് കൺവെൻഷൻ നടത്തി. അതിൻ്റെ അകത്ത് ഉണ്ടായിട്ടുള്ള അനുഭവങ്ങൾ, സന്ദേശങ്ങൾ, അതൊക്കെ പതുക്കെ അത് പൂർത്തിയായിക്കൊണ്ടായിരുന്നത് എല്ലാ കാര്യങ്ങളും. അതുപോലെ റോമിൽ പഠനം കഴിഞ്ഞ് തിരിച്ചു വന്നു കഴിഞ്ഞപ്പോഴേക്കാണ് രൂപതാ തലത്തിലുള്ള അഡ്മിനിസ്ട്രേഷനിലേക്ക് വരുന്നത്. അപ്പോൾ അത് കഴിഞ്ഞപ്പം ആദ്യം 1 വർഷം വൈസ് ചാൻസലറായിട്ട്, പിന്നെ അത് കഴിഞ്ഞ് പിന്നെ അനിൽ കുട്ടോ പിതാവ് ഒന്ന് ചാർജ് 2007 എടുക്കുമ്പോൾ ചാൻസലറായിട്ടും ജുഡീഷ്യൽ വികാറായിട്ടും അന്നേരം മുതൽ 2007 മുതൽ 2020 വരെ അതായിരുന്നു. അതിൻ്റെ കൂട്ടത്തിലാണ് സെമിനാരി ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെൻ്റ് ആയിട്ട് തിയോളജിയുടെ സെമിനാരി കുറച്ച് വർഷം ഞാൻ സെമിനാരിൽ തന്നെ 7 മുതൽ 14 വരെ സെമിനാരിയിലാണ് താമസിച്ചത്. ചാൻസലറും ജുഡീഷ്യൽ വികാറായിട്ട് ജോലി ഉണ്ടെങ്കിലും സെമിനാരിയിൽ ക്ലാസ്സുകൾ പകൽ സമയത്ത് രാവിലെ ബിഷപ്പ് ഹൗസിൽ അങ്ങനെയാണ് പോയിക്കൊണ്ടത്. അതിനുശേഷം 2014 തിരിച്ച് ബിഷപ്പ് ഹൗസിലേക്ക് വന്നു. ചാൻസലറായിട്ടും ജുഡീഷ്യൽ വികാറായിട്ടും കണ്ടിന്യൂ ചെയ്തു. 2020 കത്തീഡ്രലിലേക്ക് മാറ്റുന്നത്, ചാൻസലർഷിപ്പിൽ നിന്ന് മാറ്റിയിട്ട് കത്തീഡ്രലിലേക്ക്. 22 വർഷം കഴിഞ്ഞപ്പോഴേക്കും പിതാവ് പറഞ്ഞു, ഞാൻ നിന്നെ പ്രൊക്കുറേറ്ററാകാൻ പോകുന്നു പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, അത് ശരിയാവും, ഞാൻ ഇപ്പോൾ ഇറങ്ങിയതല്ലേ ഉള്ളൂ, അപ്പോൾ ഇതിന് വീണ്ടും ഉടനെ ഇപ്പോൾ തിരിച്ച് ബിഷപ്പ് ഹൗസിലേക്ക് വരണോ? അത് തന്നെയല്ല, ചാൻസലറിൻ്റെ ജോലി പല അച്ഛന്മാർക്കൊക്കെ ഇച്ചിരി വിഷമമൊക്കെ ഉണ്ടാകും. നമ്മൾ ഓരോ കാര്യങ്ങൾ പറയുകയൊക്കെ ചെയ്യുമ്പോൾ
അപ്പോൾ ഞാൻ പറഞ്ഞു അത് ശരിയാകുമോ പിതാവിൻ്റെ. അപ്പോൾ പിതാവ് പറഞ്ഞു അല്ല അത് സാരമില്ല, നീ ഇപ്പം ഞാൻ നോക്കിയിട്ട് ഏറെ നേരം കാണുന്നില്ല, നീ വന്ന് ആകാൻ പറഞ്ഞു. അങ്ങനെയാണ് പ്രൊക്രേറ്ററായിട്ട് 2022 ചാർജ് എടുക്കുന്നത്. അപ്പോൾ പ്രൊക്രേറ്ററായി കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ രൂപതയുടെ ഫൈനാൻഷ്യലായിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് യാതൊരു അറിവില്ല. അപ്പോൾ അതൊക്കെ ഒത്തിരി നമ്മളെ ഒരുക്കി. അപ്പോൾ ഞാനീ കാണുന്ന ഇത് ഓരോ സംഗതികളും നമ്മളെ ഒത്തിരി ഒരുക്കിയിട്ടുണ്ട്. പല അറിവുകൾ നമ്മൾ ഒരിക്കലും ഉദ്ദേശിക്കാത്ത കാര്യങ്ങൾ നമ്മളെ പറഞ്ഞ് പഠിപ്പിക്കുന്ന ഒരു അനുഭവമാണ് എനിക്ക് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഈ സംഭവ വികാസം നടക്കുന്നതിനോടൊപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പലപ്പോഴായിട്ട് ഇങ്ങനെ നമുക്ക് സന്ദേശങ്ങൾ തരുന്നുണ്ട്. പക്ഷേ ഈ സന്ദേശം പൂർത്തിയായി കഴിഞ്ഞാലേ നമുക്ക് സത്യമാണോ എന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ അത് ഫോൾസ് പ്രോഫസി ആണോ, നമ്മളെ പ്ലീസ് ചെയ്യാൻ വേണ്ടി വല്ലവരും പറയുന്നതാണോ, ഇതൊന്നും നമുക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ ഇപ്പം ഞാൻ മനസ്സിലാക്കുന്നത് യഥാർത്ഥത്തിൽ ദൈവത്തിൻ്റെ ആ വലിയ പദ്ധതി പല വിധത്തിലൂടെ ദൈവം അത് നമുക്ക് നേരത്തെ ഇപ്പം തങ്ങളുടെ പ്രോഫറ്റ്സിനോട് ഒന്നും റിവീൽ ചെയ്യാതെ ദൈവം ഒരു കാര്യം നടത്തുകയില്ല എന്നുള്ളൊരു വചനമുണ്ട്. അപ്പോൾ തങ്ങളുടെ അപ്രകാരം നമ്മൾ പല കാര്യങ്ങളും നമ്മളോട് നേരത്തെ തന്നെ പറഞ്ഞ ദൈവം വഴി ഒരുക്കിയാണ് ഈ ഒരു നിയോഗത്തിലേക്ക് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാനത് മനസ്സിലാക്കുന്നത് തീർച്ചയായിട്ടും അത് ദൈവത്തിൻ്റെ പ്രത്യേകമായ ഒരു നിയോഗമാണ്. അപ്പം അതുകൊണ്ട് തന്നെ എനിക്ക് വലിയ ആശ്രയബോധമാണ്. കർത്താവിൽ ആശ്രയിച്ചാൽ കർത്താവ് എല്ലാ കാര്യങ്ങളും നടത്തിക്കോളൂ എന്നുള്ള ഒരു വിശ്വാസം കൂടി ഉണ്ട്. ജലന്ധർ രൂപതയുടെ മെത്രാനായിട്ട് നിയുക്തനായിരിക്കുകയാണ്. അപ്പോൾ ഇനി അവിടെ ചെന്നിട്ടുള്ള മെത്രാഭിഷേക ചടങ്ങുകളൊക്കെ എന്നാണ്? അതിനെക്കുറിച്ചൊന്ന് വിവരിക്കാവോ? ജൂൺ 7-ാം തീയതിയാണ് ജലന്ധർ രൂപതയുടെ മെത്രാനായിട്ട് നിയമിച്ചതിൻ്റെ അനൗൺസ്മെൻറ്റ് വന്നത്. അപ്പോൾ അതിനോട് ചേർന്ന് അടുത്ത ദിവസം തന്നെ പിതാവ് കൺസൾട്ടേഴ്സിനെയൊക്കെ വിളിച്ചുകൂട്ടി കമ്മിറ്റിയൊക്കെ ഉണ്ടാക്കി അതിന് വേണ്ടതായിട്ടുള്ള ഒരുക്കങ്ങൾ ഇപ്പോൾ ഓൾറെഡി നടന്നുകൊണ്ടാണ് ഇരിക്കുന്നത്. അപ്പം നുൻഷ്യേച്ചറിൽ അപ്പോസ്തോലിക് നുൻഷ്യമായിട്ട് കൺസൾട്ട് ചെയ്ത് തീരുമാനിച്ചിരിക്കുന്നത് ജൂലൈ 12-ാം തീയതിയാണ്. ആഗ്നല്ലോ പിതാവ് അഡ്മിനിസ്ട്രേറ്ററാണ്. ആഗ്നല്ലോ പിതാവിന് നേരത്തെ ഫിക്സ് ചെയ്ത കാനഡയിലും UK-യിലും പോകാനുള്ള പ്രോഗ്രാംസ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഒക്കെ ഒരാഴ്ചത്തേക്ക് മാറ്റിവെച്ച് 12-നാണ്. അപ്പോൾ അതിനുള്ള ഒരുക്കങ്ങൾ നന്നായിട്ട് നടക്കുന്നു. എല്ലാ കമ്മിറ്റികളും അവരവരുടെ ഭാഗങ്ങൾ നന്നായിട്ട് ചെയ്യുന്നുണ്ട്. എന്നെ എപ്പോഴും കോണ്ടാക്റ്റിലുണ്ട്. ലിറ്ററേച്ചറിയുടെ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട്. നാട്ടിൽ നിന്നൊക്കെ ആളുകൾ, വീട്ടിൽ നിന്ന് എല്ലാവരും തന്നെ വീട്ടിൽ നിന്ന് വരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ സുഹൃത്തുക്കളായിട്ടുള്ള ഒരു ഇടവകയിൽ നിന്നുള്ള ഒത്തിരി പേര്, കൂടെ പഠിച്ചവർ, സെമിനാരി കൂടെ പഠിച്ചവർ, അങ്ങനെ ഒത്തിരി പേര് വരുന്ന കാര്യം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു നാട്ടിലെ ഒരു വലിയ സാന്നിധ്യം ഉണ്ടാവും. അതുപോലെ ഒത്തിരി 3 പേര് സിസ്റ്റേഴ്സ് ഉണ്ടല്ലോ. അപ്പോൾ അവരോട് ബന്ധപ്പെട്ട അടുത്തോട്ടുള്ള സിസ്റ്റേഴ്സ്, വൈദികർ, പിതാവ് ഒക്കെ വരുന്നുണ്ട്, അങ്ങോട്ട് വരുന്നതായിട്ട് അറിയിച്ചിട്ടുണ്ട്. പിതാവ് ഇപ്പോൾ പാലായില് സഹോദരന്റെ ഭവനത്തിലാണുള്ളതല്ലോ. നമുക്ക് പിതാവിന്റെ അമ്മേനെ കുറിച്ചൊക്കെ അമ്മ താരാട്ടുപാട്ട് പാടി തന്നു എന്നൊക്കെ പറയുകയുണ്ടായി. അപ്പൊ നമുക്ക് ഫാമിലിനെ ഒന്ന് പരിചയപ്പെട്ടാലോ? തീർച്ചയായിട്ടും. അമ്മച്ചി ബൈബിൾ എഴുതുവാണോ? ചുമ്മാ ഇരിക്കല്ലേ, എന്തെങ്കിലും പണി വേണ്ടേ? ഇത്തിരി എഴുതിയേക്കാന്ന് വിചാരിച്ചോ? ബൈബിൾ എഴുതുന്ന ഇഷ്ടമാണോ? ബൈബിൾ വേറെ എന്നെ ചുമ്മാ വല്ല എഴുതുന്നു. ബൈബിള് വായിച്ചപ്പോ വേറെ ഒരു പണിയും പറ്റിയല്ല, അതുകൊണ്ട് എഴുതുന്നാണോ? വേറെ ഒരു പണിയും പറ്റിയല്ല. അതാണ് ഇപ്പൊ ചുമ്മാ എഴുതിക്കൊണ്ടിരിക്കാതെ നടന്ന് എഴുതുക. വേറെ ചെറിയ ബുക്കിനകത്തും ബൈബിളിനകത്തും ഒക്കെ എഴുതി, അല്ല പേപ്പറിനകത്തൊക്കെ എഴുതിയില്ലല്ലോ, ഡയറിക്കകത്തൊക്കെ എഴുതിയേ. 2 പ്രാവശ്യം എഴുതുകൊണ്ട്. അന്നേരം മൂത്ത മോള് സിസ്റ്റർ ലീലാമ്മ പറഞ്ഞു ഇതുപോലെ പേപ്പറിൽ എഴുതാനും. അന്നേരം ഇതുപോലെ കഴിഞ്ഞ വർഷം പാലക്കാട്ട് ചെന്നപ്പോൾ അവന് പേപ്പർ മേടിച്ചോണ്ട് വന്നു. ഓഗസ്റ്റ് 8-ാം തീയതി തുടങ്ങിയതാണ്. മറ്റേത് എഴുതി കഴിഞ്ഞു, ഒരെണ്ണം എഴുതി കഴിഞ്ഞു. പുതിയ നിയമമല്ലോ, ഇതേ പഴയ നിയമം എഴുതുവാണോ? മകൻ പിതാവൊക്കെ ആയില്ലേ? മെത്രാനൊക്കെ ആയില്ലേ? മകൻ മെത്രാനൊക്കെ ആയില്ലേ?
അപ്പൊ സന്തോഷായോ? എഴുതി മെത്രാന് കൊടുത്തേക്കാൻ എന്തേലും ഒക്കെ അയച്ചു കൊടുക്കാൻ ഇന്നലെ ചോദിച്ച വിളിച്ചപ്പോ പറഞ്ഞു മെത്രാൻ എന്നെ കാണിക്കാനാ ഇതൊക്കെ ഈ പള്ളി വായിക്കാൻ കൊള്ളാമോ അത് മെത്രാനായപ്പോ സന്തോഷായോ? മെത്രാന് പിന്നെ സന്തോഷമല്ലേ എല്ലാവർക്കും സന്തോഷം. അതെ. അമ്മച്ചിക്ക് എത്ര പിള്ളേരുണ്ട്? ദൈവത്തിന്റെ ദൈവാനുഗ്രഹവും 10 പേര്. 10 പേരുണ്ടോ? 10 പേര്, 5 പേരും സന്യാസ്ത്രം കന്യാ അച്ഛന്മാർ, 2 അച്ഛന്മാരും 3 കന്യാസ്ത്രീകളും എല്ലാവരും ഉണ്ടായിരുന്നു ഇവിടെ. എല്ലാവരും ഇവിടെ. ഒരച്ഛനില്ല, ഒരച്ഛൻ ആഫ്രിക്കയില. വരാൻ വരും, അത് വന്ന് കണ്ടില്ല, വരുമായിരിക്കും ആദ്യം താമസിയാതെ. അങ്ങനെ സന്തോഷായിട്ടിരിക്കുന്നു. അപ്പൊ പിതാവ് പറഞ്ഞു അമ്മച്ചിയാണെ കുഞ്ഞിലെ ഒരു താരാട്ടുപാട്ടൊക്കെ പാടി കൊടുക്കുമായിരുന്നെന്ന്. ആ പാട്ട് ഞങ്ങക്ക് വേണ്ടി ഒന്ന് പാടിത്തരാവോ? എന്നാ ആ താരാട്ടുപാട്ട് അമ്മച്ചി കുഞ്ഞായിരിക്കുമ്പോ പാടുന്നേ? തേനോളും കൊച്ചു കുഞ്ഞ് അല്ലേ? തേനോലും കൊച്ചു കുഞ്ഞേ കിലുകിലും ചെയ്തിടും കൺമണിയേ പൈങ്കിളി നിന്നെ നോക്കി വിളിക്കുന്നു നാഥൻ വിളവെടുപ്പാൻ. ചരേ കിഴക്കു സൂര്യൻ മലകളിൽ കുങ്കുമം ചാത്തിടുമ്പോൾ ദൂരെ കുന്നുകയറി വിളകൊയ്യാൻ പോക നീ പൊന്നിഴകേ. കറുങ്കറുപ്പുമേശി വിളഭൂവി കുരിരുൾ മൂടിടുമ്പോൾ മഞ്ഞുമഴ സഹിപ്പാൻ മുതുമുതം ഉണ്ണി വേഗം വളരൂ. നാഥൻ വയലിലുണ്ട് കൊയ്തിടുവാൻ ആളുകളില്ലധികം. സ്നേഹത്തിൻ പാനം പാടി വിളകൊയ്യാൻ പോക നീ പൊന്നിഴകേ. പുഞ്ചിരി ചഞ്ചിടുന്ന പുതുമുഖപ്പഞ്ചിക വീശി ഒന്ന് നീ പോയിടണേ ക്രിസ്തുവിൻ്റെ മുന്തിരിത്തോപ്പിലേക്കായി. അന്നു നീ പോയിടുമ്പോൾ വിളഭൂവി അന്നു നീ മുന്നേറുമ്പോൾ നിൻ സ്നേഹരജനീശോ പുളകത്തിൽ മലർ മാല ചൂടം. തേനോലും കൊച്ചു കുഞ്ഞേ കിലുകിലം ചെയ്തിടും കൺമണിയേ പൈങ്കിളി നിന്നെ നോക്കി വിളിക്കുന്നു നാഥൻ വിളവെടുപ്പാൻ. മതി. നല്ല സൂപ്പറായിട്ട് പാടിട്ടോ. വായനൊക്കെ തെറ്റിപ്പോയിട്ട് കാണും. അത് കുഴപ്പമില്ല. പണ്ടേ ഇത്ര അർത്ഥവത്തായ വരികളൊക്കെ പാടി പിള്ളേരൊക്കെ ഇത്രയും ദൈവവിളി പിള്ളേരൊക്കെ അതുകൊണ്ടായിരിക്കും കേറിപ്പോയത്. അതെ. ഒത്തിരി സന്തോഷമുണ്ടോ ഇപ്പൊ? അമ്മച്ചിക്ക് എത്ര വയസ്സുണ്ട്? എത്രയുണ്ട്? 95 കഴിഞ്ഞു. 96 ഇപ്പോഴും നന്നായിട്ട് പ്രാർത്ഥിച്ച് ഇങ്ങനെ ഈശോയെ സ്നേഹിച്ച് പോകാൻ പറ്റുന്നില്ലേ? ഇപ്പോഴും നന്നായിട്ട് പ്രാർത്ഥിച്ച് ബൈബിളൊക്കെ എഴുതി ഈശോയുടെ കൂടെ ഇങ്ങനെ പോകാൻ പറ്റുന്നില്ലേ? അത് ചുമ്മാ ഒരു പണിയില്ലാഞ്ഞിട്ട് ചുമ്മാ എഴുതുന്നുള്ളൂ. ഒത്തിരി പ്രാവശ്യം ചുമ്മാ ആയിരിക്കും പേനയിൽ എഴുതി വെക്കും പ്രാർത്ഥന. പ്രാർത്ഥനയല്ലാണ്ട് തന്നെ ആയിരിക്കുന്നത്. പിള്ളേരൊക്കെ അത്തോട് പോകുമ്പോഴും വരുമ്പോഴും ഓരോ കാര്യത്തിന് വേണ്ടിയിട്ട് പിള്ളേർക്ക് അങ്ങനെ ചുമ്മാ ഡയറിക്കകത്തൊക്കെ എഴുതിന്. അന്നേരം വന്നപ്പോൾ നമ്മുടെ മോള് പറഞ്ഞു ഇങ്ങനെ പേപ്പറിനകത്ത് എഴുതാനും പറഞ്ഞു. അങ്ങനെയാണ് പേപ്പറിനകത്ത് എഴുതുന്നത്. ഇപ്പോൾ 1 വർഷം ആകുമ്പോഴത്തേനും മുഴുവൻ എഴുതാമായിരിക്കും. കഴിഞ്ഞ് ഓഗസ്റ്റ് 8 തുടങ്ങിയ. ഇതാണ് നമ്മുടെ പിതാവിൻ്റെ കുടുംബം. പിതാവ് ഉൾപ്പെടെ 10 മക്കളാണ് ഈ കുടുംബത്തിലുള്ളത്. നമുക്ക് ഇവരെയൊക്കെ ഒന്ന് പരിചയപ്പെടാം. എല്ലാവരും ഒന്ന് പരിചയപ്പെടുത്താവോ? ഞാൻ പിതാവിൻ്റെ മൂത്ത സഹോദരൻ്റെ ഭാര്യയാണ്. പേര് ലിസിക്കുട്ടി. ഞാൻ മൂത്തയാൾ TD ജോർജ്, പിതാവിൻ്റെ മൂത്ത സഹോദരൻ. ഞാൻ ഐവിൻ, പിതാവിൻ്റെ സഹോദരിയുടെ ഇളയ മകൻ. എൻ്റെ പേര് കുര്യൻ,
ഞാൻ പിതാവിൻ്റെ മൂത്ത സഹോദരൻ്റെ നടുക്കത്തെ ആൾ. ഇത് എൻ്റെ കൊച്ച് ജോയൽ. ഒരാളും കൂടെ ഉണ്ട്, ജോഹാനുണ്ട്, വൈഫുണ്ട്. ഞാൻ പിതാവിൻ്റെ മൂത്ത സഹോദരൻ്റെ മൂത്ത മകനാണ്. ഞാൻ പാലാരൂപതയിൽ സേബർപുരം പള്ളിയുടെ വികാരിയായിട്ട് ശുശ്രൂഷ ചെയ്യുന്നു. ഞാൻ പിതാവിൻ്റെ നേരെ മൂത്ത സഹോദരിയാണ്. ഞാൻ ജഗദൽപൂർ രൂപതയാണ്, പക്ഷേ ഇപ്പോഴേ ഞാൻ ജനറലേറ്റിൻ്റെ ഹൗസ് ചമ്പക്കുളത്ത് വർക്ക് ചെയ്യുന്നു. പിതാവിൻ്റെ ഏറ്റവും ഇളയ സഹോദരനാണ്. സുനോജ് സെബാസ്റ്റ്യൻ എന്നാണ് പേര്. ഞാൻ പിതാവിൻ്റെ ഏറ്റവും ഇളയ സഹോദരൻ്റെ രണ്ടാമത്തെ മകനാണ്. റോൺ സുനോജ് എന്നാണ് പേര്. നമ്മൾ പിതാവിൻ്റെ വീട്ടിലുള്ള എല്ലാവരെയും പരിചയപ്പെട്ടു. സിസ്റ്ററെ, സ്വന്തം കുടുംബത്തിൽ നിന്ന്, അതും സ്വന്തം സഹോദരൻ തന്നെ ഒരു മെത്രാനൊക്കെ ആയി എന്ന് കേട്ടപ്പോൾ ഉണ്ടായ സന്തോഷം ഒന്ന് പങ്കുവയ്ക്കാവോ? അയ്യോ, ഇത് സന്തോഷം പറഞ്ഞറിയിക്കാൻ മേലാത്ത സന്തോഷമാണ്. കാരണം ദൈവം ഇത്രയും ഈ കുടുംബത്തെ പരിപാലിക്കുന്നു, കാണുന്നു എന്ന് വ്യക്തമായിട്ട് മനസ്സിലായ ഒരവസരമാണിത്. ദൈവം നമ്മുടെ ഓരോ നീക്കങ്ങളും, മനസ്സിൻ്റെ ഓരോ വേദനകളും ദുഃഖങ്ങളും സന്തോഷങ്ങളും എല്ലാം അറിയുന്നു. തമ്പുരാൻ നമ്മളെ ഒത്തിരി കൈപിടിച്ച് നടത്തുന്നു. ജീവനുള്ള ഒരു ദൈവം ഞങ്ങളുടെ കൂടെ ഉണ്ടെന്നുള്ള ഒത്തിരി ഒരു അനുഭവിച്ച ഒരു അവസരമാണ് ഇത്. ഇത്രയും മക്കളുള്ളൊരു കുടുംബമാണല്ലോ ഇത്. ഇവിടെ നിന്ന് ഇത്രയധികം ദൈവവിളികൾ ഉണ്ടായപ്പോൾ ഉണ്ടായ ആ ഒരു അനുഭവം എങ്ങനെയായിരുന്നു? അമ്മച്ചിയുടെ അനിയത്തി ഒരു സിസ്റ്ററാണ് ആരാധന മഠത്തിൽ തന്നെ. പെണമൻ ചേച്ചി എന്നാണ് ഞങ്ങൾ വിളിക്കുന്നത്. പെണമൻ ചേച്ചിയെ കാണുമ്പോൾ തന്നെ ഞങ്ങൾക്കും എല്ലാവർക്കും അങ്ങനെ ഒരു ദൈവികമായൊരു ചിന്ത, അങ്ങനെ ആകണം, ഒരു മാലാഖമാരെ പോലെ ആകണം, അതൊരു പരിശുദ്ധമായൊരു ജീവിതം അങ്ങനെ ആകണം എന്നുള്ള ഒരു ചിന്ത നമ്മുടെ ഉള്ളിലുണ്ട്. പിന്നെ അമ്മച്ചിയാണേലും എപ്പോഴും പ്രാർത്ഥനയും പള്ളിയിൽ പോക്കും അതെല്ലാം അമ്മച്ചി നല്ല ഞങ്ങളെ വേണ്ടതുപോലെ നടത്തുന്നുണ്ട്. എല്ലാ ശനിയാഴ്ചയും പോയി കുമ്പസാരിക്കണം, കുർബാനയ്ക്ക് പോകണം, അതെല്ലാം അമ്മച്ചി. അപ്പം നമ്മുടെ ഉള്ളിൽ അങ്ങനെ തന്നെ ഒരു ആഗ്രഹം ജനിച്ചപ്പോൾ മുതലേ, അല്ലാതെ ഒരു ചിന്ത എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. സിസ്റ്റർ ആകണമെന്നല്ലാണ്ട് വേറൊരു ചിന്ത എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല എന്ന് എനിക്ക് എൻ്റെ ബോധപൂർവ്വം ഞാൻ ഒരിക്കലും ചിന്തിച്ചിട്ടില്ലല്ലോ. കുഞ്ഞുനാളിലെ അങ്ങനെ ഒരു വളർന്നു വന്ന വഴികൾ അങ്ങനെയായിരുന്നു അല്ലേ? അതെ. അപ്പോൾ അമ്മച്ചി അതുപോലെ അപ്പച്ചൻ ഉണ്ടായിരുന്നല്ലോ. അപ്പൊ അപ്പച്ചൻ എങ്ങനെയായിരുന്നു നിങ്ങളെ ഈ ഒരു വഴിയിലേക്ക് നയിച്ചത്? ചാച്ചൻ വളരെ ഭക്തനായിരുന്നു. ചാച്ചൻ ഇങ്ങനെ പറയുന്ന കേട്ടിട്ടുണ്ട്, ഓരോ കുഞ്ഞുങ്ങളും ഉണ്ടാകുമ്പോൾ ചാച്ചൻ ഈ കുഞ്ഞിനെ എടുത്ത് ദൈവത്തിന് സമർപ്പിച്ച് പ്രാർത്ഥിച്ചിട്ടാണ് ആദ്യം കാണുമ്പോൾ തന്നെ, അങ്ങനെ പറയുന്ന കേട്ടിട്ടുണ്ട്. അപ്പം ചാച്ചനും അതുപോലെ തന്നെ വളരെ ഭക്തനായ ഒരു മനുഷ്യനായിരുന്നു. ഒരു സന്യാസിയാകാൻ ആഗ്രഹിച്ചിരുന്ന ഒരു മനുഷ്യനായിരുന്നു. പക്ഷെ അത് സാധിക്കാതെ പോയി. അപ്പം മക്കളെ ആകുമ്പോൾ കൂടുതൽ പേരെ ദൈവത്തിന് കൊടുക്കാം എന്നുള്ള ഒരു ആശയം ഇവർക്ക് രണ്ടുപേരും ഒത്തിരി ആഗ്രഹിച്ചതാണ് സമർപ്പണ ജീവിതം. അപ്പോൾ അവരുടെ മക്കളായപ്പോഴത്തേനും തീർച്ചയായിട്ടും അത് മക്കളിലൂടെ അത് സാധിച്ചു എന്നുള്ളത്. അച്ഛൻ പിതാവിൻ്റെ സഹോദരൻ്റെ മൂത്ത മകനാണ്. ഇതുപോലെ അനേകം ദൈവവിളികളെ കൊണ്ട് ദൈവം സമ്പന്നമാക്കിയ ഒരു കുടുംബമാണിത്. ഈ കുടുംബത്തിൽ നിന്ന് എത്ര ദൈവവിളികളുണ്ടെന്നൊക്കെ ഒന്ന് പങ്കുവയ്ക്കാവോ? ഈ കുടുംബത്തിൽ നിന്ന് ഈ പറഞ്ഞതുപോലെ അമ്മച്ചിയുടെ സഹോദരി ആരാധനാ മഠത്തിലെ സിസ്റ്ററാണ്. അതുപോലെ ജോസച്ചൻ്റെ ജ്യേഷ്ഠൻ ജോയി സെബാസ്റ്റ്യൻ SDB സലേഷ്യൻ സഭയിൽ സൗത്ത് ആഫ്രിക്കയിൽ ഇപ്പോൾ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ പിതാവിൻ്റെ മൂത്ത സഹോദരി ഡോക്ടർ ബ്രിജിറ്റ് പച്ച ഹോസ്പിറ്റലിലെ ഗൈനക്കോളജിസ്റ്റാണ്. പിന്നെ രണ്ടാമത്തെ സിസ്റ്റർ എൽസിറ്റ്, മൂന്നാമത്തെ സിസ്റ്റർ റോസ് മാർട്ടിൻ തക്കല ആരാധന മഠത്തിൻ്റെ പ്രൗൺഷ്യാളമ്മയായിട്ട് ഇപ്പോൾ ശുശ്രൂഷ ചെയ്യുകയാണ്. പിന്നെ എൻ്റെ അനുജനും MCBS സഭയുടെ എറണാകുളം പ്രൊവിൻസിൻ്റെ കൗൺസിലറായിട്ട്, അതുപോലെ കാരുണ്യകൻ്റെയും കലാസദൻ്റെയും എല്ലാം സുപ്പീരിയറും ഡയറക്ടറുമായിട്ട് ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ കസിൻസ് ഉണ്ട്, അച്ഛന്മാർ. തെക്കിഞ്ചേരിക്കുന്ന കുടുംബത്തിലെ കാഞ്ഞിരപ്പള്ളി രൂപതയിലെ എലിക്കുളം പള്ളിയുടെ വികാരിയച്ഛൻ ജെയിംസ് തെക്കിഞ്ചേരിക്കുന്നലച്ഛൻ, പിന്നെ MCBSലെ പുതുവേലി ആശ്രമത്തിൽ ക്യാൻസർ വന്ന് കാല് മുറിച്ച് കളഞ്ഞ് വെപ്പുകാല് വെച്ച് നടക്കുന്ന ജെയിംസ് തെക്കിഞ്ചേരിക്കുന്നതിൽ MCBS, അവരെല്ലാം കസിനാണ്. പിന്നെ താമരശ്ശേരി രൂപതയിൽ അവിടെ പ്രീസ്റ്റ് ഹോമിൽ വിശ്രമിക്കുന്ന ഫാദർ മാത്യു തെക്കിഞ്ചേരിക്കുന്നതിലും ഞങ്ങൾ കസിൻസാണ്. ഇത്രയും പേരാണ് ഏറ്റവും അടുത്ത ബന്ധത്തിലുള്ള
വൈദികർ ഒത്തിരി സന്യാസികൾ. അധികം ദൈവവിളികൾ നിറഞ്ഞ ഒരു കുടുംബമാണിത്. അതുമാത്രമല്ല, ഇങ്ങനെ പിതാവ് ആയി നിയുക്തനായി എന്നൊക്കെ കേട്ടപ്പോൾ അച്ഛനുണ്ടായ ആ ഒരു സന്തോഷം എങ്ങനെയായിരുന്നു? എനിക്ക് വലിയ അത്ഭുതമായി പോയി. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു കാര്യമാണ് ഇങ്ങനെ കുഞ്ഞാച്ചൻ ചിലപ്പോൾ ഒരു ബിഷപ്പാകാൻ സാധ്യതയുണ്ടെന്ന് പണ്ട് മുതൽ ഉണ്ടായിരുന്നു. പക്ഷേ ഈ ജലന്ധറിലെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഇനി അങ്ങനെ ഒരു വരുവോ ഇല്ലയോ, കുഞ്ഞാച്ചൻ അങ്ങനെ ബിഷപ്പാവുമെന്ന് കുഞ്ഞാച്ചന് പോലും അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയത്തില്ല. ഞങ്ങളാരും അങ്ങനെ പ്രതീക്ഷിച്ചില്ലായിരുന്നു ബിഷപ്പാവുമെന്ന്. പക്ഷേ അങ്ങനെ ദൈവ നിയോഗം പോലെ ഒരു ബിഷപ്പായി. തീർച്ചയായിട്ടും എൽസിറ്റ് സിസ്റ്ററൊക്കെ പറഞ്ഞതുപോലെ അമ്മച്ചിയുടെയും ചാച്ചൻ്റെയും ഒക്കെ വലിയ പ്രാർത്ഥനയാണ്. ഞാനൊക്കെ കുഞ്ഞായിരിക്കും മുതൽ അമ്മച്ചിയൊക്കെ ഞാൻ ഉറങ്ങാൻ പോകും മുമ്പാ എന്നുള്ള പാട്ടൊക്കെ ഉറക്കെ പാടി ഉറക്കുന്നതും ഏറ്റവും ദയുള്ള മാതാവേ എന്നുള്ള പാട്ട് പാടുന്നതും അതൊക്കെ ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. അപ്പോൾ അതൊക്കെ വലിയ ഒരു ഇവരുടെ പ്രാർത്ഥനയാണ് ഞങ്ങൾക്കെല്ലാം വലിയ ബലമായിട്ട് തീർന്നിരിക്കുന്നത്. അച്ഛൻ്റെ പൗരോഹിത്യ ജീവിതത്തിലേക്ക് പിതാവ് സ്വാധീനിച്ചിട്ടുണ്ടോ? തീർച്ചയായിട്ടും സ്വാധീനിച്ചിട്ടുണ്ട്. കാരണം ഞാൻ കുഞ്ഞാച്ചൻ്റെ പട്ടത്തിൻ്റെയൊക്കെ ആ സമയത്ത് സിംബോറിയം പിതാവാണ് പട്ടം കൊടുക്കാൻ. ഞാനൊക്കെ അന്ന് കുഞ്ഞിലെ ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്ന സമയമാണ്. അപ്പോൾ സിംബോറിയം പിതാവ് വന്ന് തലേദിവസം വീട്ടിൽ വന്നതും ആ പട്ടത്തിൻ്റെ ശുശ്രൂഷകളും കാര്യങ്ങളും എല്ലാം ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. ഇവരുടെ കുഞ്ഞാച്ചൻ്റെയും മൂത്ത ജോയിച്ചൻ്റെയും പട്ടങ്ങൾ കൂടി അതിൻ്റെ ആ അനുഭവങ്ങൾ കണ്ടിട്ടാണ് ഞാനും ആ 2ാം ക്ലാസ് മുതൽ ജോയിച്ചൻ്റെ 2ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴായിരുന്നു മൂത്ത അച്ഛൻ്റെ പട്ടം ചമ്മലവറ്റം പള്ളിയിൽ വെച്ച്. അതും ഇപ്പോഴെൻ്റെ മനസ്സിലുണ്ട്. അപ്പോൾ അതെല്ലാം കണ്ടു കഴിഞ്ഞപ്പോൾ ആ ഒരു വലിയ അനുഭവം, ഇതൊരു നിസ്സാര കാര്യമല്ലല്ലോ, വലിയൊരു സംഭവമാണല്ലോ എന്നുള്ള ഒരു ചിന്ത അന്ന് മുതൽ എൻ്റെ മനസ്സിലുണ്ട്. അന്ന് മുതൽ എനിക്കും ഒരു അച്ഛനാകണം എന്നുള്ള ചിന്ത. അത് ജോയിച്ചനൊക്കെ വീട്ടിൽ വരുമ്പോൾ കുഞ്ഞാച്ചനൊക്കെ വരും. ഈ സലേഷ്യൻ ഡോൺ ബോസ്കോയുടെയും ഡൊമിനിക് സാബിയോടെയൊക്കെ നല്ല ചിത്രകഥകൾ എപ്പോഴും വീട്ടിലിങ്ങനെ ആ ഈ ഡോൺ ബോസ്കോയോ ഡൊമിനിക് സാബിയോ അങ്ങനെയൊക്കെയുള്ള ചിത്രകഥകൾ വീട്ടിൽ എപ്പോഴും കാണും. അപ്പോൾ അതെല്ലാം നമ്മൾ കുഞ്ഞു മുതൽ അത് എപ്പോഴും എടുത്ത് വായിക്കുകയും പിന്നെ അതുപോലെ അമ്മച്ചിയും ചാച്ചനും ഇതുപോലെ ഇവരെല്ലാം സിസ്റ്റർമാരും കുഞ്ഞാച്ചനും ഒക്കെ അതുപോലെ എപ്പോഴും വരുമ്പോൾ അവരുടെ കൂടെ നമ്മൾ പള്ളിയിൽ പോകുന്നു, കുർബാനയ്ക്ക് കൂടാൻ പോകുന്നു. ഇതെല്ലാം നമ്മളെ ഒരുപാട് പ്രചോദിപ്പിച്ചിട്ടുണ്ട് ഒരു വൈദികനായി തീരുന്നതിൽ. അപ്പച്ചൻ ഈ വീട്ടിലെ ഏറ്റവും മൂത്ത അംഗമാണ്. പിതാവിൻ്റെ കുട്ടിക്കാലം മുതലുള്ള വിശ്വാസ ജീവിതവും അല്ലെങ്കിൽ ചെറുപ്പം മുതലുള്ള ജീവിതം എങ്ങനെയൊക്കെയാണെന്ന് ഒന്ന് പങ്കുവെക്കാവോ? എന്നെ സംബന്ധിച്ച് ഓരോരുത്തരെയും ഞാൻ ചെറുപ്പം മുതൽ അറിഞ്ഞിട്ടുള്ളതാണ്. ഒന്നാമത്തെ ആളാണല്ലോ ഞങ്ങൾ 10 പേരാ. അപ്പോൾ അതിനകത്ത് 6ാമത്തെ ആളാണ് ജോസച്ചന്. ഓരോരുത്തരുടെയും ജീവിതത്തിൽ എനിക്ക് വളരെയധികം സന്തോഷവും സ്നേഹവും ഉണ്ടായിട്ടുണ്ട്. അവരെയൊക്കെ എപ്പോഴും എടുത്ത് പരിപാലിക്കുന്നതിലും സ്നേഹിക്കുന്നതിലും ഒക്കെ വളരെയധികം താല്പര്യം കാണിച്ചിരുന്നു. ജോസച്ചൻ്റെ ജീവിതം വളരെ ചെറുപ്പം പോലെ എന്നെ ആകർഷിച്ചിട്ടുണ്ട്. വളരെ ശാന്തമായിട്ട് നടക്കുന്ന ഒരാളാണ്. ആരോടും വഴക്കുണ്ടാക്കുകയോ തർക്കിക്കുകയോ ബഹളം വയ്ക്കുകയോ ചെയ്യുന്ന സ്വഭാവമില്ല. അങ്ങനെ വളരെ ശാന്തതയോടുകൂടി നടക്കുകയും പള്ളിയിൽ പോവുകയും പ്രാർത്ഥിക്കുകയും അതുപോലെ തന്നെ എല്ലാ ഭക്ത കാര്യങ്ങളിലും വളരെ താല്പര്യത്തോടെ പങ്കെടുക്കുകയും ചെയ്തുകൊണ്ടിരുന്ന ആളാണ്. വലിയ ആത്മീയ തീഷ്ണത ചെറുപ്പം മുതൽ കാണുവാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അങ്ങനെ ചെറുപ്പം മുതലേ ഇങ്ങനെ ദൈവത്തോടുള്ള ഭക്തിയിൽ വളർന്നു വന്ന ജീവിതമാണ് അത് കാണുവാനായിട്ട് സാധിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ഞങ്ങൾ മറ്റുള്ളവരൊക്കെയാണെങ്കിലും എന്തെങ്കിലുമൊക്കെ വഴക്കുണ്ടാക്കുകയൊക്കെ ചെയ്യും. ചെറിയ ചെറിയ വഴക്കുകളൊക്കെ ഉണ്ടാകും. ജോസഫിൻ്റെ ജീവിതത്തിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടേ ആരുമായിട്ടൊന്നും ഒരു കലകോ വഴക്കോ കൂട്ടുകാർ തമ്മിൽ വഴക്കോ ഒന്നും ഉണ്ടാകുന്ന ഞങ്ങൾക്ക് കേട്ടിട്ട് പോലും ഇല്ല. പിതാവിൻ്റെ ഒത്തിരി വിശേഷങ്ങൾ ഈ ചുരുങ്ങിയ സമയത്തിലൂടെ ഞങ്ങൾക്ക് മനസ്സിലായി. പിതാവിൻ്റെ കുടുംബത്തെ പരിചയപ്പെടുവാനും അതുപോലെ ജലന്ധർ രൂപതയെക്കുറിച്ചൊക്കെ ഞങ്ങൾക്ക് കുറേ കാര്യങ്ങൾ മനസ്സിലായി. പിതാവിനി അവിടേക്ക് തിരിച്ചു പോവുകയാണ്. അവിടുത്തെ ശുശ്രൂഷകൾക്കും പുതിയതായി ഏറ്റെടുക്കുന്ന എല്ലാ മേഖലകളിലെ ശുശ്രൂഷകൾക്കും എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും നേരുന്നു. നമുക്ക് എല്ലാവർക്കും പിതാവിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാം. അങ്ങനെ പിതാവിനോടൊപ്പമുള്ള എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും നന്ദി.